പക്ഷേ എൻ്റെ 22ാമത്തെ വയസ്സിൽ എനിക്കിങ്ങനെ ഇത്രയും വിലയുള്ളൊരു ബൈക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് കിട്ടണില്ല, കുറച്ച് ടെൻഷനാണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. വണ്ടി കൊണ്ടുവന്നിട്ട് അമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. അമ്മയ്ക്ക് അറിയാൻ പാടില്ല ഏത് വണ്ടി എടുക്കണമെന്നൊക്കെ. അപ്പോൾ 3 മണി 3:30 വന്ന് നമ്മുടെ പരിപാടിയിൽ ചെയ്യാനായിട്ട്. ഹി ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് റവന്യൂ ലാസ്റ്റ് 2 ഇയേഴ്സ് 2 വർഷത്തോളം ആയിട്ട് നമ്മളിങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു പൈസ വെച്ചിട്ട് നമ്മളിന്നൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഏതാ എന്തെന്നൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വേറെ അൺബോക്സിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് കാണാൻ ശ്രമിക്കുക. ഒട്ടും പ്രതീക്ഷയൊന്നുമല്ല നമുക്കിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇത്ര സക്സസ് ആകാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായിട്ട് നമുക്കിപ്പോൾ യൂട്യൂബ് റവന്യൂ ഉപയോഗിച്ചിട്ട് നമുക്കൊരു വണ്ടി വാങ്ങാൻ പറ്റുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഗൈസ്. ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം നിങ്ങൾക്ക് എന്നെ പോലെ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് മാറി നമുക്ക് വണ്ടി എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ ഈ ഒരു സൈക്കിൾ മാത്രമാണ് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. ഈ ഇരിക്കുന്ന കാറാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഈ ഒരു ബൈക്കാണ് ഉള്ളത്. ഇത് രണ്ടും അപ്പച്ചൻ വാങ്ങിച്ചതാണ്, ഡാഡിയുടെയാണ്. അപ്പോൾ ഈ 2 ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈക്കിൾ മാത്രമായിരുന്നു ഞാൻ കറൻ്റ്ലി മീൻസ് നമ്മുടെ യൂട്യൂബ് റവന്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിലേക്ക് നമ്മുടെ ബൈക്കും കൂടി വരാണ്. നമ്മൾ എടുത്തക്കണ വണ്ടി ഏതാണെന്നൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ബ്രാൻഡ് പറഞ്ഞുതരാം. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കാണ് എടുത്തക്കുന്നത്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ റിവീലിങ് ഓൺ ദി വേ ആണ്. സോ അതുപോലെ തന്നെ ഞാൻ എടുത്ത വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം. അപ്പോൾ നോക്കാമല്ലോ എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയണ്ടാവുമെന്ന്. ഗായ്സ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. വേറൊന്നല്ല, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് എക്സ്പോസ് ചെയ്യും. അപ്പോൾ അതിനുള്ള ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസാണ് യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ കഴിവ് എന്താണോ അതൊക്കെ നിങ്ങൾ അതിൽ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കഴിവോ കാര്യങ്ങളൊന്നും ഇല്ല, സത്യത്തിൽ പറയാലോ. ഇപ്പോൾ എനിക്കൊരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അതുപോലെ എക്സ്ട്രാ ടാലൻ്റ് ആയൊരു വ്യക്തിയൊന്നുമില്ല ഞാൻ. പക്ഷേ എൻ്റെ 22ാമത്തെ വയസ്സിൽ എനിക്കിങ്ങനെ ഇത്രയും വിലയുള്ളൊരു ബൈക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുത്തുവിടുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. സോ നിങ്ങൾക്കും പറ്റും, നിങ്ങളുടെ എല്ലാവർക്കും പറ്റും ഇത് കാര്യങ്ങൾ. സോ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ഇത്രയും ചെറിയൊരു ഏജല്ല, 22 വയസ്സെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു ഏജാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ട്രൈ ഗൈസ്. അപ്പോൾ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഒരു മോട്ടിവേഷൻ വെച്ച് പറഞ്ഞതൊന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് കഴിവുള്ളൊരാളൊന്നുമല്ല ഞാൻ. ഇപ്പോൾ എക്സ്ട്രാ ടാലൻ്റായ ഒരുപാട് അധികം വ്യക്തികൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തിലുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുണ്ട്. പക്ഷേ നിങ്ങൾ അതൊക്കെ ഒന്ന് നമ്മുടെ പുറം ലോകത്തെ അറിയിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതുവഴി ഒരു ഉപകാരമൊക്കെ ഉണ്ടാവുള്ളൂ. സോ എന്താ പറയുക, നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കും, നിങ്ങൾ ഓരോരുത്തരായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാറിലാണ് പോകുന്നത്. ഇനി ബാക്കി വിശേഷം കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഡാഡി ഒപ്പമുണ്ട്. അപ്പോൾ ഞാനും ഡാഡി മാത്രമാണ് പോണത്, അമ്മ വരുന്നില്ല. അമ്മയ്ക്ക് അറിയാൻ പാടില്ല ഏത് വണ്ടി എടുക്കണമെന്നൊക്കെ. അപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ട് അമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയെന്ന് അറിയാം, പക്ഷേ ഏത് വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ ഏത് വണ്ടിയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് അമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. മീൻസ് വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഡാഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഡാഡിയും കൂടി നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ കുരിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി എടുക്കുന്നത്, തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3:30 ആകുമ്പോൾ ഇപ്പോൾ സമയം 3 മണി എന്തോ ആയിട്ടുണ്ട്. 3:30 ഉള്ളിൽ അവിടെ എത്തുമിക്കതും നമ്മുടെ ടൈം ആ ഒരു സമയമാണ് പറഞ്ഞേക്കുന്നത്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് അടിപൊളിയിൽ പോകാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ അവർക്ക് വണ്ടികൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ടൈം എന്നൊക്കെയാണ് ഒരു 3 മണി 3:30 ഉള്ളിൽ വന്ന് നമ്മുടെ പരിപാടിയിൽ ചെയ്യാനായിട്ട്.
ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കുകയാണ്. ഇതാണ് ഷോറൂം, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ ഇവിടെ എത്തിക്കുകയാണ്. അപ്പോൾ ഡാഡിയും നമ്മളും ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാം നമുക്ക്. എനിക്ക് എന്താ പറയണ്ടതെന്ന് കിട്ടണില്ല, കുറച്ച് ടെൻഷനാണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടക്കാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കണം. അവിടെ നിന്ന് നമ്മൾ കാർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി എടുക്കാൻ പോകാം ഗൈസ്. സോ എക്സൈറ്റഡ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് റിവീൽ ചെയ്യേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എടുത്ത ഷോറൂം ഗൈസ്. അവിടെ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ ക്യാമറയൊക്കെ സെറ്റാക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചേട്ടനോട് വണ്ടിയൊക്കെ നീക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് റിവീൽ ചെയ്യാനാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടിയോട് റിവീൽ ചെയ്തിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിൻ്റെ 100-350 എന്ന് പറഞ്ഞ ബൈക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മോനെ നമ്മുടെ ഡാപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. വണ്ടിയുടെ നമ്പർ കാണിച്ചു തരാം. വണ്ടി നമ്പർ KL 75D 58 എന്ന് പറഞ്ഞ നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ എജ്ജാതി ലുക്ക്. പിന്നെ ഒരു ഹെൽമെറ്റ് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. ഓണാക്കാലോ, ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇതിൽ വാണിലേറ്റ് ഉണ്ട്, ABS, ബാറ്ററി, പെട്രോൾ. വാണിലേറ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് മാത്രമാണ് വാണിലേറ്റ് കത്ത്. അത് ഈ ഇപ്പം മഞ്ഞ കത്തിക്കുന്നത് ഇതെല്ലാം ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് ആണോ? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാണിലേറ്റ് പോയി. ഓക്കെ. ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടി ഡാഡി ഒന്ന് ഓടിച്ചിട്ടുണ്ട്. ഓടിക്കല്ല, ജസ്റ്റ് കയറി ഓണാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എത്രത്തോളം അടിപൊളിയായെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ കമൻറ്റിൽ പറ എന്തായാലും. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോവാണ്. മൈ ഗോഡ്, ഓണാക്കാൻ പോവാണ്. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതെന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇനി. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഇറക്കാൻ പോവാണ് ഗൈസ്. മൈ ഗോഡ്, A few moments later. ഗായ്സ് അപ്പോൾ നമ്മൾ വണ്ടി നമ്മുടെ കയറി കിട്ടിയാണ്. ഇനി നേരെ വീട്ടിൽ പോയിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ. അയ്യോ, ഇതിനി നേരെ അമ്മേനെ കാണിക്കണം. എൻ്റെ അമ്മേനെ റിയാക്ഷൻ നോക്കണം. അതാണ് നമ്മളിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഗായ്സ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അയ്യോ,
വണ്ടീനെ പറ്റി പറയാനായിട്ട് മാത്രം എനിക്ക് ഞാൻ അത്ര ഒരു റിവ്യൂവറൊന്നല്ല, മോട്ടോ വ്ളോഗറൊന്നല്ല. പക്ഷേ എന്തോ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയൊരു വണ്ടിയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെ കുറ്റങ്ങളൊന്നും പറയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ കുറേ നോക്കിയിട്ട് തന്നെയാണ് ഈ വണ്ടി വാങ്ങിച്ചത്. അത്യാവശ്യം 350 cc വണ്ടിയാണ്. പ്ലസ് നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ചെറിയൊരു വണ്ടിയാണ്. നമുക്കിങ്ങനെ എവിടെ കൂടെ ആണെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖമൊക്കെ ഉണ്ട് ഓടിക്കാനായിട്ട്. അത്ര ഒരു ഹെവി വണ്ടിയൊന്നുമല്ല. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിന്ന് എനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ നമ്മുടെ യൂട്യൂബ് കാരണം നമുക്കത് സഫലമായി ഇട്ടിരിക്കുകയാണ്. യൂട്യൂബ് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അത് കാണുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് അത്രയ്ക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇത്രയ്ക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടിയത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയാണ്. തിരിഞ്ഞത് എവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ അമ്മയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം എന്തായിരിക്കുന്നത്. ഓ, അമ്മയ്ക്ക് വണ്ടി ഏതാണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാം, ഒരു ഹോണൊക്കെ അടിച്ച് നോക്കാം. വന്നിട്ടില്ല, ദേ അമ്മ. എന്തേ, എങ്ങനെയുണ്ട് ഗായ്സ്? ദേ അമ്മ പറയൂ, എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി കണ്ടിട്ട്? അടിപൊളിയില്ലേ? ഇതാണ് ഹണ്ടർ 350. എവിടെ എഴുതിയിട്ടുണ്ട്? ഹണ്ടർ 350. ഇഷ്ടമല്ലേ? വൈറ്റ് കളർ. അതാകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ചാർജ് വയ്യാറായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു.